ഞാനും നിങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന മലയാളികളിൽ ബഹുഭൂരിപക്ഷവും സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില പ്രത്യേകത ചിന്താഗതികളും വിശ്വാസങ്ങളുമൊക്കെ ഫോളോ ചെയ്യുന്നവരാണ്. ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റിനെ അതുപോലെ ബാങ്കിലെ റെക്കറിംഗ് ഡെപ്പോസിറ്റിനെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റുകളായിട്ട് നിക്ഷേപങ്ങളായിട്ട് തെറ്റിദ്ധരിച്ചവരാണ് നമ്മൾ. അതുപോലെ തന്നെ ലോണിന് പകരക്കാരനായിട്ട് വളരെ സ്മാർട്ടായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനമായ ചിട്ടിയും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ കരുതിയിരുന്നു. ഈ പറഞ്ഞ ഫിക്സഡ് ഡെപ്പോസിറ്റും റെക്കറിംഗ് ഡെപ്പോസിറ്റും ചിട്ടിയും ഒന്നും മോശമാണ് എന്ന യാതൊരുവിധ അഭിപ്രായവും ഞങ്ങൾക്കില്ല. എന്ന് മാത്രമല്ല, അവയ്ക്കൊക്കെ അവയുടേതായിട്ടുള്ള പ്രയോജനങ്ങളുമുണ്ട്. നമ്മൾ ഓരോരുത്തരും അത്തരത്തിലുള്ള അവയുടെ പ്രയോജനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടതുമാണ്. ഇപ്പോൾ പറഞ്ഞ കാര്യം ഇത്രയും മാത്രമാണ്. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റും റെക്കറിംഗ് ഡെപ്പോസിറ്റും ഒക്കെ പണം സേവ് ചെയ്യുന്നതിനുള്ള, അതായത് സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള ഇടങ്ങളാണ്, അല്ലാതെ നിക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളല്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വിത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ വിത്ത് നമുക്ക് സൂക്ഷിച്ചു വെക്കണം. കേടാകാതെ, ഉറുമ്പും ചിതലും ഒന്നും കൊണ്ടുപോകാതെ, നശിച്ചു പോകാതെ സൂക്ഷിച്ചു വെക്കണം. എന്താ അതിനു വേണ്ടി ചെയ്യുക? ഒന്നുകിൽ നല്ല ഒരു ടിന്നിലൊക്കെ അടച്ച് ഭദ്രമായിട്ട് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക. ഇനി കുറഞ്ഞ ഊഷ്മാവിൽ സൂക്ഷിക്കേണ്ട സാധനമാണെങ്കിൽ റെഫ്രിജറേറ്ററിലൊക്കെ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ വിത്ത് നമ്മൾ സേവ് ചെയ്യുന്നു, അത് നശിച്ചു പോകാതെ നമ്മൾ സംരക്ഷിക്കുന്നു. പണത്തിന്റെ കാര്യവും ഇതുപോലെ തന്നെയാണ്. പണം നശിച്ചു പോകാതെ സൂക്ഷിച്ചു വെക്കുന്നതിനെയാണ് സേവിങ്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ FD RDയും ഒക്കെ പണം സൂക്ഷിക്കുന്നതിനുള്ള ഇടങ്ങളാണ്. ഇനി ആ വിത്തിന്റെ കാര്യത്തിൽ, ഈ വിത്ത് മണ്ണിൽ നട്ട് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതിന് മുള പൊട്ടുന്നു, ഇലകൾ ഉണ്ടാകുന്നു, തളിർക്കുന്നു, ശാഖകൾ ഉണ്ടാകുന്നു, അതങ്ങനെ വലിയ ഒരു വൃക്ഷമായിട്ട് മാറുന്നു, പൂക്കുന്നു, കായ്ക്കുന്നു, ഒരുപാട് ഫലങ്ങൾ തരുന്നു. ആ ഫലങ്ങളിൽ നിന്ന് വീണ്ടും പുതിയ വിത്തുകളും പുതിയ വൃക്ഷങ്ങളും ഉണ്ടാകുന്നു. ഈ സംവിധാനം ഇങ്ങനെ പടർന്ന് പന്തലിച്ചു പോകുന്നു. ഇതാണ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ പണം, അതായത് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്ന പണം ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് സംവിധാനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള നിക്ഷേപ ഇടങ്ങളിൽ ഏറ്റവും മുൻനിരയിലുള്ള ഒരു സംഗതിയാണ് മ്യൂച്വൽ ഫണ്ട്. പ്രത്യേകിച്ചും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ. ലോങ് ടൈമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിനോളം പോകുന്ന മറ്റൊരു സംവിധാനം ഇല്ല എന്ന് തന്നെ പറയേണ്ടതായി വരും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മലയാളികൾ വ്യാപകമായി മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് ഒരു വലിയ മാറ്റമാണ്. SIP രീതിയിലും ലംസം രീതിയിലും ഒക്കെയായിട്ട് വൻതോതിൽ നിക്ഷേപം മലയാളികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. മലയാളികളിൽ ഒരു വലിയ വിഭാഗത്തിനും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റുകളിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. പലരുടെയും നിക്ഷേപം പലപ്പോഴും ഒരു പരാജയമായി മാറുന്നുണ്ട്. അതിന് കാരണം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളാണ്. പ്രധാനമായിട്ടും 5 മിസ്റ്റേക്കുകൾ. ഒന്നാമത്തെ മിസ്റ്റേക്ക് ഇതാണ്: ഇൻവെസ്റ്റിംഗ് ഇൻ ടു മെനി ഫണ്ട്സ്. ചില ആൾക്കാരുടെയൊക്കെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. മറ്റൊന്നുകൊണ്ടുമല്ല, അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടുകളുടെ എണ്ണം കണ്ടിട്ട്. മിസ്റ്റർ A 10,000 രൂപ SIP രീതിയിൽ എല്ലാ മാസവും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന ആളാണ്. ഇദ്ദേഹം 15 ഫണ്ടിലായിട്ടാണ് ഈ 10,000 രൂപ നിക്ഷേപിക്കുന്നത്. മിസ്റ്റർ B 1,00,000 രൂപ ലംസമായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചിരിക്കുന്നയാളാണ്. ഇദ്ദേഹം ഈ 1,00,000 രൂപ നിക്ഷേപിച്ചിരിക്കുന്നത് 12 ഫണ്ടുകളിലായിട്ടാണ്. ഇത്രയധികം ഫണ്ടുകളിൽ എന്തിനു നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് ഇവരോട് ചോദിച്ചാൽ ഇവർ തിരിച്ചിങ്ങോട്ട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: നിക്ഷേപങ്ങൾക്ക് നിർബന്ധമായിട്ടും ഡൈവേഴ്സിഫിക്കേഷൻ വേണ്ടേ? എല്ലാ മുട്ടകളും ഒരു ബാസ്ക്കറ്റിൽ ഇടാൻ പാടില്ല എന്ന് നിങ്ങളൊക്കെ തന്നെയല്ലേ പഠിപ്പിക്കുന്നത്? പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഇത് ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ ആണ്, ഓവർലാപ്പിംഗ് ഓഫ് ഫണ്ട്സ് ആണ്. രണ്ടും ഒരുപോലെ അപകടകാരികളാണ്. രണ്ടും നമുക്ക് ലഭിക്കേണ്ട റിട്ടേണിനെ കുറച്ച് കളയുന്ന സംഗതികളാണ്. അപ്പോൾ ഒരു ഫണ്ടിൽ മാത്രമായിട്ടാണോ നിക്ഷേപിക്കേണ്ടത് എന്നൊരു മറു ചോദ്യം ഉണ്ടായേക്കാം. ഇതിന്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ: നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ലക്ഷ്യം, ടൈം ഫ്രെയിം, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട്, നിങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി, ഇതെല്ലാം വളരെ വ്യക്തമായി സ്റ്റഡി ചെയ്തതിന് ശേഷം
നിങ്ങൾക്ക് എത്ര ഫണ്ടാണോ ആവശ്യമുള്ളത് അതിൽ മാത്രം നിക്ഷേപിക്കുക. ഈ ഒരു പോയിന്റിൽ തെറ്റ് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ നിക്ഷേപം ഒരു പരാജയമായി മാറും എന്ന കാര്യത്തിൽ സംശയവുമില്ല. ദെൻ രണ്ടാമത്തെ മിസ്റ്റേക്കിലേക്ക് പോകാം. എക്സ്പെക്ടിങ് ക്വിക്ക് പ്രോഫിറ്റ്. മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ് വളരെ പെട്ടെന്ന് പണം ഉണ്ടാക്കണം എന്ന ആഗ്രഹം ഉണ്ട് എന്നുള്ളത്. വളരെ പെട്ടെന്ന് സമ്പന്നനായി മാറണം. ഇങ്ങനെ വളരെ പെട്ടെന്ന് പണം ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഇടമായിട്ടാണ് ചില ആളുകൾ മ്യൂച്വൽ ഫണ്ടിനെ കാണുന്നത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് സംഭവിക്കുന്ന ഇതാണ്, ഇവർ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കും. 1 വർഷം അല്ലെങ്കിൽ 2 വർഷം വരെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് ഇവർ നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള റിട്ടേൺ വന്നിട്ടില്ല, സമ്പന്നനായിട്ടില്ല. ഇവരെന്താ ചെയ്യുക? ഇൻവെസ്റ്റ്മെന്റ് പിൻവലിക്കും, SIP സ്റ്റോപ്പ് ചെയ്യും. അവരുടെ ആ 2 വർഷം വെറുതെ ആയിപ്പോയി, അവരുടെ ആ ഇൻവെസ്റ്റ്മെന്റ് പാഴായിപ്പോയി. ഇതാ ഇവിടെ സംഭവിക്കുക. ആർക്കും ഒരു നേട്ടം ഉണ്ടായില്ല, ചിലപ്പോൾ ചെറിയ നഷ്ടം സംഭവിച്ചു എന്നും വരും. ഒരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക, മ്യൂച്വൽ ഫണ്ടുകൾ, പ്രത്യേകിച്ച് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ ലോങ് ടൈമിലേക്ക് നിക്ഷേപിച്ച് പതുക്കെ വെൽത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ്. ഇവിടെ ലോങ് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു 5 വർഷമെങ്കിലും ഇൻവെസ്റ്റഡ് ആയി ഇരിക്കാൻ പറ്റാത്ത ആളുകൾ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളെ ഒഴിവാക്കുന്നതായിരിക്കും ബുദ്ധി. ഇനി മലയാളി വരുത്തുന്ന മൂന്നാമത്തെ മിസ്റ്റേക്ക്, പാനിക് സെല്ലിംഗ്. മലയാളി മാത്രമല്ല ഇത് വരുത്തുക, എല്ലാവരും വരുത്താറുണ്ട്. എന്നാൽ മലയാളിക്ക് ഇതൊരല്പം കൂടുതലാണ്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റോക്ക് മാർക്കറ്റുമായി ക്ലോസ് റിലേഷനിലാണ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ചലനങ്ങൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുടെ പെർഫോമൻസിനെയും തീർച്ചയായിട്ടും ബാധിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകൾ മുകളിലോട്ട് പോകുമ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ മുകളിലോട്ട് പോകും. അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകൾ താഴേക്ക് വരുമ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂവും താഴേക്ക് വരും. ഇങ്ങനെ താഴേക്ക് വരുന്ന അവസരങ്ങളിൽ പല ഇൻവെസ്റ്റേഴ്സും ഭയങ്കരമായിട്ട് പാനിക് ആവുകയും തങ്ങൾ കാണിച്ചത് വലിയ അബദ്ധമായി പോയി, ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കേണ്ടായിരുന്നു എന്നൊക്കെ അങ്ങോട്ട് ചിന്തിക്കുകയും നിക്ഷേപം പിൻവലിക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ആരംഭിച്ച് കഴിഞ്ഞാൽ അത് ലംസം ആണെങ്കിലും SIP ആണെങ്കിലും നിങ്ങൾ അവിടെ ഒരു യാത്ര ആരംഭിക്കുകയാണ്. ഇൻവെസ്റ്റ്മെന്റ് ജേണി, ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര. ഈ ഒരു യാത്ര ഒരിക്കലും നേർരേഖയിൽ അല്ല, മറിച്ച് കയറ്റങ്ങളും ഇറക്കങ്ങളും സമതലങ്ങളും എല്ലാമുള്ള പാതയിലൂടെയാണ് യാത്ര. ഈ പാതയിൽ ഇടയ്ക്കുണ്ടാകുന്ന ഇറക്കങ്ങളെ ഭയപ്പെട്ട് നമ്മൾ യാത്ര അവസാനിപ്പിച്ചാൽ നമ്മൾ ലക്ഷ്യത്തിൽ ഒരിക്കലും എത്തില്ല. നമുക്ക് ഒരിക്കലും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ക്ഷമയോടെ യാത്ര തുടരുക, ഇറക്കങ്ങളെ അവസരമാക്കി മാറ്റാൻ പരമാവധി ശ്രമിക്കുക. അതായത് ഇറക്കങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ നമ്മുടെ കോർപ്പസ് കൂടുതൽ വലുതാക്കുന്നതിന് വേണ്ടിയുള്ള അവസരം പ്രയോജനപ്പെടുത്തുക. ഇനി നാലാമത്തെ മിസ്റ്റേക്കിലേക്ക് നമ്മൾ പോവുകയാണ്. കുറച്ചു കാലം മുമ്പ് വരെ ആളുകൾക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, മ്യൂച്വൽ ഫണ്ടുകളുടെ പാസ്റ്റ് പെർഫോമൻസ് നോക്കിയിട്ട് ആ പെർഫോമൻസ് വീണ്ടും അങ്ങോട്ടുണ്ടാകുമെന്ന് കണക്ക് കൂട്ടി അതിലൊക്കെ കയറിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് പാസ്റ്റ് പെർഫോമൻസ് മികച്ചതായിട്ടുള്ള ഫണ്ടുകളിൽ കയറി ഇൻവെസ്റ്റ് ചെയ്യുക, വേറെ ഒന്നും നോക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട് അതൊരു തെറ്റായ രീതിയാണ്. ഇന്നലെ പെർഫോം ചെയ്ത ഫണ്ടുകൾ നാളെ അതുപോലെ പെർഫോം ചെയ്യണമെന്നില്ല. ഇന്നലെ പെർഫോമൻസ് മോശമായിരുന്ന ഫണ്ടുകളുടെ പെർഫോമൻസ് നാളെയും മോശമാകണമെന്നില്ല എന്ന സത്യം ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു ട്രെൻഡ് വന്നിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകൾക്കെല്ലാം റേറ്റിംഗ് ഉണ്ട്, സ്റ്റാർ റേറ്റിംഗ്. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫണ്ടുകളുണ്ട്, 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫണ്ടുകളുണ്ട്, 3 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫണ്ടുകളുണ്ട്. അങ്ങനെ പലതരമുണ്ട്. റേറ്റിംഗ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതി ഇപ്പോൾ വ്യാപകമായിട്ട് വന്നിട്ടുണ്ട്. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫണ്ടിൽ കയറി കണ്ണും പൂട്ടി ഇൻവെസ്റ്റ് ചെയ്യുക. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ റേറ്റിംഗ് താൽക്കാലികമാണ് എന്നുള്ളതാണ്. റേറ്റിംഗ് പലപ്പോഴും മാറി മറിഞ്ഞു വരാറുണ്ട്. ഇപ്പോൾ 3 സ്റ്റാർ റേറ്റിംഗ് മാത്രമുള്ള ഒരു ഫണ്ടിന്റെ റേറ്റിംഗ് നാളെ 5 സ്റ്റാർ ആയേക്കാം. അതുകൊണ്ട് റേറ്റിംഗ് മാത്രം നോക്കി, 5 സ്റ്റാർ റേറ്റിംഗ് മാത്രം നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതി തീർച്ചയായിട്ടും അവസാനിപ്പിക്കണം. ഞാൻ പല തവണ പറഞ്ഞ ഒരു കാര്യം വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും യോജിക്കുന്ന ഫണ്ടിലാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾക്ക്, നമ്മുടെ ടൈം ഫ്രെയിമിന്, നമ്മുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിക്ക് ഏറ്റവും യോജിച്ച ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെയും നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ അഡ്വൈസ് ആവശ്യമായിട്ട് വരും. ദെൻ അഞ്ചാമത്തെ മിസ്റ്റേക്ക്, നോ പ്ലാൻ നോ ഗോൾ. ചിലർ ഇങ്ങനെയാ, എല്ലാവരും SIP ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എന്നാൽ ഞാനും ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തേക്കാം, മാസം ഒരു 2000 രൂപ വെച്ചങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തേക്കാം. എന്തിനു വേണ്ടിയാ അതറിയില്ല, എത്ര കാലത്തേക്കാ അതും അറിയില്ല.
ഇവിടെ യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ ചില ആളുകൾ എന്ത് ചെയ്യുന്നു? മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ലക്ഷ്യങ്ങളില്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റുകൾ നിർബന്ധമായിട്ടും ഗോൾ ഓറിയന്റഡ് ആയിരിക്കണം. ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയുള്ള കോർപ്പസ് കണ്ടെത്തുന്നതിന് വേണ്ടി ആയിരിക്കണം നമ്മുടെ നിക്ഷേപ യാത്ര. ലക്ഷ്യമില്ലാത്ത യാത്രകൾ പരാജയമായിരിക്കും. ഇങ്ങനെ ലക്ഷ്യമൊന്നും ഇല്ലാതെ വെറുതെ 2000 രൂപ അങ്ങോട്ട് SIP സ്റ്റാർട്ട് ചെയ്താൽ എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? കുറച്ച് നാൾ കഴിയുമ്പോൾ, അതായത് ഒരു ഷോർട്ട് ടൈം കഴിയുമ്പോൾ, 1 വർഷമോ 2 വർഷമോ കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കേസിന് പൈസ ആവശ്യമായിട്ട് വരും. അന്നേരം എന്ത് ചെയ്യും? ഇതങ്ങോട്ട് പിൻവലിക്കും, ആ കാര്യം നടത്തും. പിന്നെ എന്തില്ല? SIP ഇല്ല. ഇൻവെസ്റ്റ്മെന്റ് ജേർണി അവിടെ അവസാനിച്ചു. പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല, പ്രത്യേകിച്ച് ഒരു ലക്ഷ്യത്തിലെത്തിയില്ല. അതുകൊണ്ട് വെൽ പ്ലാൻഡ് ആയിരിക്കണം നമ്മളുടെ നിക്ഷേപ യാത്ര. നമ്മൾ ഈ പറഞ്ഞ 5 മിസ്റ്റേക്കുകൾ വ്യാപകമായിട്ട് വരുത്തുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ചും മലയാളികൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്നും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാതെ പോകുന്നത്. ഇത്തരം മിസ്റ്റേക്കുകൾ ഒഴിവാക്കുക. മ്യൂച്വൽ ഫണ്ട് ഒരു നല്ല നിക്ഷേപ ഇടമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിൻ്റെ എല്ലാവിധ പ്രയോജനങ്ങളും നമുക്ക് ലഭിക്കണമെങ്കിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ജേർണി ആരംഭിച്ച് ലക്ഷ്യത്തിലേക്ക് എത്താൻ ശ്രമിക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.